ദേവലക്ഷ്മി ഭാഗം 6. കതക് ശക്തിയിൽ തുറക്കുന്നത് കേട്ടാണ് ഞാൻ തലയുയർത്തി നോക്കിയത്. ഇരുട്ടായിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെളിച്ചം കണ്ണിലേക്കടിച്ചപ്പോൾ തനിക്ക് നേരെ വരുന്നയാളുടെ മുഖം വ്യക്തമായിരുന്നില്ല. അടുത്തു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതും അമ്മു ആയിരുന്നു. അവൾ എനിക്ക് ഭക്ഷണവുമായി വന്നതായിരുന്നു. അപ്പോഴും അവളുടെ മുഖത്ത് ആ പുച്ഛച്ചിരിയുണ്ടായിരുന്നു. അവൾ എനിക്ക് നേരെ ഭക്ഷണം നീട്ടി. ഞാനത് തട്ടിയെറിഞ്ഞു. ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ എന്നോട് ഇത്രയും വലിയ ക്രൂരത ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവളുടെ മറുപടി ഒരു പൊട്ടിച്ചിരിയായിരുന്നു. ഒരു ഭ്രാന്തിയെപ്പോലെ. അതിനൊരുത്തരമേ ഉള്ളൂ ഗൗരി, അതാണ് എൻ്റെ ഗിരിയേട്ടൻ. നിനക്കറിയുമോ, എനിക്ക് അയാളെ കുട്ടിക്കാലം മുതലേ ഇഷ്ടമാ. പക്ഷേ അയാൾക്ക് നിന്നെ മതിയെന്ന്. അതറിഞ്ഞ അന്നു മുതലാ ഞാൻ നിന്നിൽ നിന്നും അകലാൻ തുടങ്ങിയത്. ഗിരിയേട്ടൻ പലതവണ നിന്നെ ഒരു വശ്യതയോടെ നോക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് നിന്നെ വെട്ടിയെറിഞ്ഞു കൊല്ലാനാണ് തോന്നിയത്. ആ ദുഷ്ടന് വേണ്ടിയാണല്ലോ ഒരു കളങ്കവുമില്ലാതെ അവളെ സ്നേഹിച്ച എന്നെ അമ്മു ചതിച്ചതെന്നോർത്ത് ഗൗരി അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു ചിരിച്ചു. ശേഷം ഗൗരി പറഞ്ഞു, ഇതിലും നല്ലത് നീ നേരത്തെ പറഞ്ഞതുപോലെ എന്നെ അങ്ങ് വെട്ടിക്കൊന്നൂടായിരുന്നു. അപ്പോൾ അമ്മു പറഞ്ഞു, ഞാൻ ചെയ്തേനെ, പക്ഷേ എൻ്റെ അച്ഛനും അമ്മയും എന്നെ തടഞ്ഞു. നീ ഇപ്പോൾ മരിച്ചാൽ നിന്റെ സ്വത്തുക്കൾ അനാഥാലയത്തിന് പോകുമത്രേ. എന്നാൽ നിന്റെ വിവാഹം കഴിഞ്ഞാണ് നിനക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് എങ്കിൽ അത് നിന്റെ ഭർത്താവിന് ലഭിക്കും. അതുപോലെ എന്തോ പ്രമാണമാണ് നിന്റെ ഡാഡിയും മുത്തശ്ശനും കൂടി ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത്. സ്വത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഗിരിയേട്ടൻ നിന്നെ വിവാഹം കഴിക്കും, പക്ഷേ സ്നേഹിക്കില്ല. പിന്നെ ഏതേലും വിധേനെ നിന്നെ ഞങ്ങൾ കൊല്ലും. ശേഷം ഗിരിയേട്ടൻ എന്നെ വിവാഹം കഴിക്കും. എങ്ങനെയുണ്ട് ഗൗരിക്കുട്ട എൻ്റെ പ്ലാൻ? ഒരു വെടിക്ക് 2 പക്ഷി. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. നാളെ 10:30 ഗൗരിയുടെയും ഗിരിയേട്ടൻ്റെയും വിവാഹമാണ് കേട്ടോ. അപ്പോൾ പോട്ടെ മണവാട്ടി എന്നൊരു പ്രത്യേക ഇനത്തിൽ പറഞ്ഞുകൊണ്ട് അമ്മു മുറിയും പൂട്ടിപ്പോയി. ഗൗരി കേട്ടത് വിശ്വസിക്കാനാവാതെ അതേ ഇരിപ്പിരുന്നു. ഇനി ഞാൻ എന്തു ചെയ്യും? തന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. എങ്ങനെയും രക്ഷപ്പെട്ടേ മതിയാവും. പക്ഷേ എങ്ങനെ? ഇതിനൊന്നും അവളുടെ പക്കൽ ഉത്തരമുണ്ടായിരുന്നില്ല. ശേഷം അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ഡാഡിയോടും മമ്മിയോടുമായി പറഞ്ഞു, നിങ്ങളുടെ കൂടെ എന്നെയും കൊണ്ടുപോയി കൂടായിരുന്നോ? എന്തിനാ എന്നെ മാത്രം കൂട്ടാതിരുന്നേ? ഇതിൽ കൂടുതൽ ഡാഡിയുടെ മോൾക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പോഴാണ് കതകാരോ തുറക്കുന്നത് കണ്ടത്. ശബ്ദം ഒന്നും കേൾക്കാൻ കഴിയാത്ത രീതിയിൽ പതുക്കെയായിരുന്നു തുറന്നത്. കതക് തുറന്നയാളുടെ മുഖം വ്യക്തമല്ലാത്തതുകൊണ്ട് ഞാൻ എണ്ണീറ്റ് താങ്ങിനെന്നോണം ഭിത്തിയോട് ചേർന്ന് നിന്നു. എന്നാൽ പ്രതീക്ഷിക്കാതെ ചന്ദ്രൻ മാമയാണ് വന്നത്. മാമ മുത്തശ്ശൻ്റെ വിശ്വസ്തനായിരുന്നു. മാമൻ വന്നപ്പോഴേ ആംഗ്യഭാഷയിലൂടെ മിണ്ടല്ലേ എന്ന് കാണിച്ചു. ശേഷം മാമ എൻ്റെ കയ്യിൽ ഒരു പേപ്പറും കുറച്ച് പണവും തന്നു. എന്നിട്ട് ലെറ്റർ വായിച്ചു നോക്കാൻ ആംഗ്യം കാണിച്ചു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ മുത്തശ്ശൻ്റെ ലെറ്ററായിരുന്നു. മുത്തശ്ശൻ്റെ ഗൗരിക്കുട്ടിക്ക്. ഇവിടെ മുത്തശ്ശൻ നിസ്സഹായനാണ് കുഞ്ഞെ. ഒരിക്കലും മോളും ഗിരിയും തമ്മിലുള്ള കല്യാണം നടക്കാൻ പാടില്ല. മോൾക്കുള്ള വരനെ മോളുടെ ഡാഡി നേരത്തെ കണ്ടെത്തിയിരുന്നു. അവനെ വിശ്വാസമുള്ളതുകൊണ്ടാണ് പ്രമാണം അങ്ങനെ എഴുതിയത്. പക്ഷേ മോൾ ഇന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടില്ല എങ്കിൽ ഈ നശിച്ച കൂട്ടങ്ങൾ എൻ്റെ മോളെ സ്വത്തിനു വേണ്ടി കൊല്ലും. ചന്ദ്രൻ മോളെ ബസ് സ്റ്റോപ്പിൽ എത്തിക്കും. മോൾ MBBS പൂർത്തിയാക്കി ഡാഡിയുടെ ആഗ്രഹം പോലെ ഹോസ്പിറ്റൽ ഏറ്റെടുക്കണം. മോളുടെ ആവശ്യത്തിനുള്ള പണം മുത്തശ്ശൻ ചന്ദ്രനെ കൊണ്ട് മോളുടെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ആവശ്യത്തിനുള്ള പണം അവൻ മോളുടെ കയ്യിൽ തരും. പിന്നെ ഒരു ബാഗിൽ മോളുടെ എല്ലാ രേഖകളും ആവശ്യത്തിനുള്ള ഡ്രസ്സും ഡാഡിയുടെയും മമ്മിയുടെയും ഫോട്ടോയും അതിലുണ്ട്. മോളുടെ ഫോണും അവൻ തരും. പുതിയ സിം കാർഡ് ഇട്ടിട്ടുണ്ട്. മോൾ ബാംഗ്ലൂരിലുള്ള ദേവ്ശങ്കറിൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി. അവിടെ ചെന്ന്
ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അവർ വന്ന് മോളെ കൊണ്ടുപോയിക്കോളും. ഇപ്പോൾ അവിടെയാണ് മോൾ സേഫ്. മുത്തശ്ശൻ അറിയാം എൻ്റെ കുട്ടി അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ല എന്ന്. എവിടെയാണെങ്കിലും മുത്തശ്ശൻ്റെ കുട്ടി സന്തോഷത്തോടെ ഇരുന്നാൽ മതി. വേഗം രക്ഷപ്പെടൂ കുട്ടി എന്ന് മുത്തശ്ശൻ. ശേഷം മറ്റാരും കാണാതെ ചന്ദ്രൻ മാമ എന്നെ പുറത്തിറക്കി. അപ്പോഴേക്കും മാമൻ്റെ മകൻ രാമേട്ടൻ വണ്ടിയുമായി വന്നിരുന്നു. അവർ എന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി. ബാംഗ്ലൂരിലേക്കുള്ള ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. എന്നെ അതിൽ കയറ്റി ഇരുത്തിയിട്ട് അവർ പോയി. ഇപ്പോൾ സുരക്ഷിതയാണ് എന്ന തോന്നലാവാം. ഇതുവരെ ഇല്ലാത്ത വിശപ്പും ദാഹവും എല്ലാം എന്നെ കാർന്നു തിന്നാൻ തുടങ്ങി. ബസ് പോകാൻ ഇനി 10 മിനിറ്റ് കൂടെ ഉണ്ട്. ഭക്ഷണമൊന്നും കഴിക്കാൻ സമയമില്ല. അപ്പോഴാണ് റോഡിന് മറുവശത്തുള്ള ഒരു ഷോപ്പ് കണ്ടത്. അവിടെ നിന്നും ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ വാങ്ങാനായി ഞാൻ ബസ്സിൽ നിന്നും ഇറങ്ങി. റോഡ് ക്രോസ് ചെയ്യാനായി നിന്നപ്പോഴാണ് ഒരമ്മൂമ്മ റോഡ് ക്രോസ് ചെയ്യാനാവാതെ നിൽക്കുന്നത് കണ്ടത്. ഞാൻ പോയി അമ്മൂമ്മയെ റോഡ് ക്രോസ് ചെയ്യിപ്പിച്ചു. മിനറൽ വാട്ടർ വാങ്ങി തിരിഞ്ഞപ്പോഴാണ് തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള അവസാന പ്രതീക്ഷയായ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്നതിനായി ഡ്രൈവറും കണ്ടക്ടറും കയറുന്നത് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല. വണ്ടി വരുന്നുണ്ടോ എന്ന് പോലും ഗൗനിക്കാതെ അവൾ റോഡ് ക്രോസ് ചെയ്യാനായി പോയി. എതിരെ ഒരു കാർ വരുന്നുണ്ടോ എന്നറിയാതെ. കാറിൻ്റെ ഡ്രൈവർ ഹോൺ അടിച്ചിട്ടും അവൾ മാറുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ ബ്രേക്കിൽ ചവിട്ടിയതും ആരോ "കുട്ടി, വണ്ടി മാറ്" എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ ആ ഭാഗത്തേക്ക് നോക്കിയതും ഒരുമിച്ചായിരുന്നു. തൻ്റെ നേർക്ക് വരുന്ന വണ്ടി കണ്ടതും അവൾ ബോധം നഷ്ടപ്പെട്ട് ഒരു ചിറകറ്റ പക്ഷിയെപ്പോലെ അവിടെ കുഴഞ്ഞു വീണു. തുടരും. പിന്നെ ഇന്നലെ എന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. എല്ലാവർക്കും നന്ദി. പിന്നെ നിങ്ങൾ ടൈം കൂട്ടാൻ പറയുന്നുണ്ട്. ഞാൻ എഴുതി വച്ചിരിക്കുന്ന സ്റ്റോറിയല്ല. അപ്പം എൻ്റെ മനസ്സിൽ തോന്നുന്നത് എഴുതി അങ്ങ് പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ലെങ്ത് കൂടുകയും ചെയ്യാം, കുറയുകയും ചെയ്യാം. പിന്നെ ഒരു കുഞ്ഞു മോളുണ്ട്. അവളുടെ സൗകര്യം കൂടെ നോക്കിയാണ് വോയിസ് കൊടുക്കുന്നത്. അതുകൊണ്ട് വോയിസ് ചിലപ്പം ഇച്ചിരി സൗണ്ട് കുറച്ചിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞു, കമൻറ്റ് വന്നു. അപ്പോൾ ശരി എന്നാൽ ബൈ.